ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിമി വ്ളോഗ്സ്. വിമി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാം ഭാഗം ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാം ഭാഗം ഇടുന്നത്. ഒന്നാം ഭാഗം ഇട്ടതിന് ശേഷം അത് നിങ്ങളോടൊക്കെ ഓരോരുത്തരോടും അഭിപ്രായം ചോദിച്ചതിൻ്റെ റിവ്യൂ കേട്ടതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ ഡാർജിലിങ്ങിലെ കാഴ്ചകൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മളുടെ ബുദ്ധക്ഷേത്രം ആൻഡ് പീസ് ഓഫ് പഗോഡ. ഡാർജിലിങ്ങിലെ ജലപഹാർ കുന്നിൽ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ധ്യാന കേന്ദ്രം പോലെയൊക്കെയാണ് ഈ സംഭവം. നമ്മൾ അതിരാവിലെ തന്നെ ഒരു 7-8 മണിയോടുകൂടെ തന്നെ നമ്മൾ ഡ്രൈവറുമായി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധക്ഷേത്രമാണ്. ഈ കാണുന്നതാണ് ബുദ്ധക്ഷേത്രം. ഇതിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 സിംഹങ്ങളെയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ചെരുപ്പ് നമ്മൾ വെളിയിൽ ഊരി വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ജസ്റ്റ് ഒരു സ്മാരകം പോലത്തെ സംഭവമാണ്. അതിൽ ജാപ്പനീസ് ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം 72-ലാണ് പണിയാൻ തുടങ്ങിയത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത് 92-ലാണ്. ഇത് നിർമ്മിച്ചത് നിപ്പോൺ സാൻ മ്യോഹാജി വിഭാഗത്തിൻ്റെ ഒരു ഫുജി ഗുരുജി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ആ വോളിൽ വെച്ചിരിക്കുന്നത്. ഇത് 2 നില കെട്ടിടമാണ്. താഴത്തെ നിലയിൽ പ്രധാനമായിട്ടും പ്രാർത്ഥനാ സൗകര്യങ്ങളും മുകളിലത്തെ നിലയിൽ പ്രാർത്ഥന ഹാളുമാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ബുദ്ധൻ്റെ ഒരു രൂപമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി വേണം മുകളിലോട്ട് ചെല്ലാൻ വേണ്ടി. അത് രാവിലെ ആണെങ്കിലും തന്നെ മീൻസ് ഇവിടെ കാണാനുള്ള ആളുകളുടെ തിരക്ക് വളരെ കൂടുതലായിരുന്നു. കാരണം നമ്മൾ ഓരോ ദിവസം പ്ലാൻ ചെയ്തല്ലേ വരുന്നത്, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആളുകളുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് പ്രധാനമായിട്ടും പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനൊന്നും പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇന്നർ പീസ് എന്നൊക്കെ പറയത്തില്ല, വളരെ സൈലൻ്റാണ്. പുറത്തത്രയ്ക്ക് ബഹളം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ശാന്തമാണ്. നമുക്കെല്ലാം സമാധാനമായിട്ട് മെഡിറ്റേഷനൊക്കെ പറ്റിയൊരു സ്ഥലം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സന്ദർശകർക്ക് ഇവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാം. പക്ഷെ നമ്മൾ പോയ സമയത്ത് അങ്ങനെ ഒരു പ്രാർത്ഥന സെറ്റപ്പൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ അവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സന്ദർശകർക്ക് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അപ്പം ഇവിടെ നമുക്കും കുറച്ച് അവസരമൊക്കെ തരും. അവർ ഡ്രംസൊക്കെ കൊട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമുക്കും അത് കൊട്ടാനുള്ള അവസരമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അവർ പ്രധാനമായിട്ട് എൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമു മ്യോഹോ രംഗെ ക്യോ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമാണ് അവർ ആ പ്രാർത്ഥനയിൽ കൂടുതലായിട്ടും ചൊല്ലുന്നത്. ഈ കാണുന്നതാണ് പീസ് ഓഫ് പഗോഡയുടെ ഒരു സ്തൂപം, അതായത് മോണുമെൻ്റാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ മോണുമെൻറ്റും ഈ ക്ഷേത്രവും രണ്ടും 2 നിർമ്മിതിയാണ്. ഈ ജാപ്പനീസ് ക്ഷേത്രം ആരാധനയ്ക്കും ധ്യാനത്തിനുമുള്ള പ്രധാന ഇടമാണ്. പഗോഡ വന്നിട്ട് ബുദ്ധൻ്റെ പ്രധാനമായിട്ടുള്ള ജീവിത ചര്യകൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രീതി അതൊക്കെയാണ് അവിടെ മോണുമെൻറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ധ്യാന കേന്ദ്രമല്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. നടന്ന് കുറച്ച് ആ സ്റ്റെപ്പുകൾ കയറി പോകുന്നതാണ് നമ്മുടെ പീസ് ഓഫ് പഗോഡ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പുകൾ കണ്ടല്ലോ, അതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള മരത്തടികൾ കൊണ്ടാണ് പ്രധാനമായിട്ടും അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്ര പഴക്കമൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ പോളിഷ് ചെയ്ത് വളരെ ബലവത്തായിട്ട് തന്നെയാണ് അതിൻ്റെ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രാർത്ഥന ഹാളിനുള്ളിലാണെങ്കിലും നമ്മളിപ്പോൾ മുന്നേ കണ്ട പോലെ തന്നെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ബുദ്ധൻ്റെ വലിയ വിഗ്രഹങ്ങളാണുള്ളത്. നമ്മൾ തന്നെ അതിശയിച്ചു പോവും. അതുപോലെയാണ് അതിൻ്റെ ഉള്ളിൽ. അതേപോലെ അതിൻ്റെ ഭിത്തികളിലൊക്കെ ആണെങ്കിലും ബുദ്ധൻ്റെ ജീവിത കഥകളൊക്കെ വിവരിക്കുന്ന ഈ പറഞ്ഞ പോലെ കൊത്തുപണികളും അല്ലെങ്കിൽ കാലിഗ്രാഫി എഴുത്തുകൾ പിന്നെ ഫോട്ടോകളൊക്കെ ധാരാളമായിട്ട് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശിക്കുന്ന സ്ഥലത്താണ് വെളുത്ത കല്ലിലാണെങ്കിൽ കൊത്തിയെടുത്ത കല്ലുകളാണ്. ആ സിംഹപ്രതിമ നമ്മൾ കണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെളുത്ത കല്ലിലാണത് കൊത്തിയെടുത്തിരിക്കുന്നത്. കാവൽ നിൽക്കുന്ന പോലെയാണത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വരാൻ വേണ്ടിയിട്ട് സന്ദർശകർക്ക് രാവിലെ 4:30 മുതൽ ഇത് ഓപ്പണാണ്. 4:30 മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നമുക്കിവിടെ പ്രവേശന സമയം. സൗജന്യമാണ് കേട്ടോ, വേറെ ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല, സൗജന്യമാണ്. ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് ഈ ജലപഹാർ കുന്നുകൾ. നമ്മളൊരു മന്ത്രോച്ചാരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, നമോ മ്യോഹൊക്കെ
നമു മ്യോഹോരെൻ ഗേക്യോ എന്ന് പറഞ്ഞ മന്ത്രമാണ് ഇതിൻ്റെ പ്രാർത്ഥനാ സമയത്ത് അവർ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അതെന്ന് പറഞ്ഞാൽ ഈ ലോക സമാധാനത്തിനായിട്ടുള്ള മന്ത്രമാണ് അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഈ നിപ്പോൺസാൻ മ്യോഹാജി ബുദ്ധ ഓർഡറിൻ്റെ സ്ഥാപകനും ഗുരുവുമായിരുന്നു ഈ ഫുജി ഗുരുജി എന്ന് പറയുന്നത്. ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്നു. 45-ൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് ദുരന്തങ്ങൾക്ക് ഇദ്ദേഹം സാക്ഷിയാണ്. അപ്പം അത് സാക്ഷിയായതിനു ശേഷമാണ് ഇദ്ദേഹത്തിന് ഈ അഹിംസ ഭൂമിയിൽ കൊണ്ടുവരണം അങ്ങനെ ഒരു തോട്ട് വരികയും അങ്ങനെയാണ് ഈ നിർമ്മിതികൾ ഉണ്ടാക്കുവാനുള്ള പിന്നിലുള്ള അതിൻ്റെ ഒരു ചേതോ വികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോട്ടസ് സൂത്രം എന്ന് പറയുന്നത്, ഇത് സദ്ധർമ്മ പുണ്ടരീക സൂത്രം, ലോട്ടസ് സൂത്രം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഈ പീസ് ഓഫ് പഗോഡയുടെ സാന്നിധ്യം നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇത് ബുദ്ധൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അഹിംസയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭൂമിയിലെ ജനമനസ്സുകളിലും ശുദ്ധീകരിക്കുക അതാണ്. പിന്നെ ആത്മീയത, അതാണ് ഞാൻ പറഞ്ഞ മെഡിറ്റേഷനും ഒക്കെ പറ്റിയൊരു ഇന്നർ പീസൊക്കെ തേടി വരുന്നവർക്ക് സൂപ്പർ സ്ഥലമാണിത്. അപ്പോൾ ഒരു ആത്മീയതയും സമാധാനം അതൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത് തന്നെ. പിന്നെ ആദ്യത്തെ പീസ് ഓഫ് പഗോഡ എന്ന് പറയുന്നത് അത് 54-ൽ ജപ്പാനിലെ കുമോമോട്ടയിലാണ് ഈ ഫുജി ഗുരുജി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് സമ്മാനിച്ചത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. എൻ്റെ ഫ്രണ്ടിൽ മാർബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് ചെറുതായിട്ട് അവർ പറയുന്നത്. ഇവിടെയാണ് പീസ് ഓഫ് പഗോഡ. ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഈ സ്റ്റെപ്പുകൾ കയറി അവിടെയും ചെരുപ്പ് ഊരിയിടണം നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും കുറച്ച് സ്റ്റെപ്പുകളൂടെ കയറിയാണ് ഇതിൻ്റെ മുകളിലെത്തുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ബുദ്ധൻ്റെ ബർത്ത് ടു ഡെത്ത് അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പല പല ചുവർ ചിത്രങ്ങൾ പോലെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൊത്തുപണികളിൽ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ധ്യാനരൂപമുണ്ട്, നിൽക്കുന്ന രൂപമുണ്ട്, ഇരിക്കുന്ന രൂപമുണ്ട്, ശയന രൂപമുണ്ട്. ഈ 4 രൂപങ്ങളാണ് പ്രധാനമായിട്ടും ഒരു 4 സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത്. അതായത് മെഡിറ്റേറ്റിംഗ് ബുദ്ധ, സ്റ്റാൻഡിങ് ബുദ്ധ, സിറ്റിംഗ് ബുദ്ധ, സ്ലീപ്പിംഗ് ബുദ്ധ. അപ്പോൾ ഈ ധ്യാന രൂപം ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മീയ ഉണർവിനെയും ധ്യാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഡിംഗ് ബുദ്ധ ഉദ്ദേശിക്കുന്നത് കരുണയെയും അനുഗ്രഹത്തെയും ദാനത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. സിറ്റിംഗ് ബുദ്ധയാണെങ്കിൽ ബുദ്ധൻ്റെ പ്രബോധനങ്ങളെയും ജ്ഞാനോദയത്തെയും പ്രതിനിധീകരിക്കുന്നു. സ്ലീപ്പിംഗ് ബുദ്ധയാണെങ്കിൽ ബുദ്ധൻ്റെ പരിനിർമ്മാണം, അതായത് ബുദ്ധൻ്റെ മരണത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 4 രൂപങ്ങളാണ് 4 ഭാഗങ്ങളിലായിട്ട് ഉള്ളത്. ഇത് കൂടാതെ വരാനിരിക്കുന്ന ബുദ്ധൻ, മൈത്രേയ ബുദ്ധൻ എന്നാണ് പറയുന്നത്, അതിൻ്റെ സാന്നിധ്യവും കൂടെ ഇവിടെ പരാമർശിച്ച് വെച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ ഫുജി ഗുരുജിയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ലക്ഷ്യം എന്ത് തന്നെയാണ്? ലോകസമാധാനത്തിൻ്റെ പ്രതീകം തന്നെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാഞ്ചൻജംഗയുടെ അടിപൊളിയായിട്ടൊരു വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഞങ്ങളെടുത്ത സമയമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ 4:30 ചെയ്ത് നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. 4:30 മുതൽ ഓപ്പണിംഗ് ആണെങ്കിൽ കൂടിയും നിങ്ങളൊരു 7 മണി 8 മണിക്ക് ശേഷം വന്നാൽ മതി. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കണം എന്നുണ്ട്. കാരണം നല്ല വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭംഗി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കാഞ്ചൻജംഗയുടെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ ഒരു 7 മണി 8 മണി 9 മണിക്കുള്ളിൽ തന്നെ ഇവിടെ കവർ ചെയ്യണം. ഈ പീസ് ഓഫ് പഗോഡയിൽ 8 മണൽക്കല്ല് പാനലുകളാണ് ഇതിനകത്തുള്ളത്. അതായത് ഇതിൻ്റെ ഭിത്തിയിൽ ബുദ്ധൻ്റെ ജീവിതത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ബർത്ത് ടു ഡെത്ത് ആണുള്ളത്. പ്രധാന സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന 8 പാനലുകൾ കൂടിയുണ്ട് ഇതിൽ. അതായത് ഒഡീഷയിലെ പുരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സുദർശൻ ക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്. അവിടെ ജാപ്പനീസ് ശില്പി വൈസ്രോയ് മത്സുയിയുടെ മേൽനോട്ടത്തിലാണ് ഇവ നിർമ്മിച്ചത്. അതായത് ഇതിൻ്റെ കഥകൾ എന്താണെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ ജനനം, അതായത് ലുംബിനി വനത്തിൽ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ജനനം, അതിവിടെ ചിത്രമായിട്ട് കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് വരുന്നത് മഹാഭി നിഷ്ക്രമണം, അതായത് സന്യസിക്കാനായിട്ട് സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിറങ്ങുന്ന ആ ഒരു രംഗം, അതൊക്കെ കാണാൻ തന്നെയുണ്ട്, നല്ല ഭംഗിയാണ്. ജ്ഞാനോദയമുണ്ട്, അത് ബോധിവൃക്ഷത്തിന് താഴെ ഇരുന്നുള്ള ജ്ഞാനോദയം, അത് നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ പ്രഭാഷണം, അതായത് സാരാനാഥിലെ മാനിൻ പാർക്കിൽ തൻ്റെ ശിഷ്യന്മാർക്കായിട്ടാണ് ആദ്യത്തെ പ്രഭാഷണം അദ്ദേഹം ചെയ്തത്. അതും ഇതിനകത്ത് ഈ 8 മണൽക്കല്ല് പാനലുകളിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സമയം പറഞ്ഞു, രാവിലെ 7 മണി 8 മണിയോടെ വരണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ഒക്ടോബർ മുതൽ മെയ് വരെയാണ് ഈ ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യാനുള്ള നല്ല സമയം എന്ന് പറയുന്നത്. അതായത് തെളിഞ്ഞ കാലാവസ്ഥയാണ്, എന്നാൽ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒക്ടോബർ മുതൽ മെയ് വരെ. ഞങ്ങൾ പോയത് നവംബർ മാസത്തിലാണ്. നല്ല ഒരു സമയം കൂടിയായിരുന്നു അത്.
എത്തിച്ചേരാനാണെങ്കിൽ നിങ്ങൾ ഡാർജിലിംഗ് ടൗൺ സെൻറ്ററിൽ നിന്ന് അതും ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 10 മിനിറ്റ് ടാക്സി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേസിലെത്താൻ പറ്റും. പ്രധാന കവാടത്തിൽ നിന്ന് നിങ്ങൾക്ക് 5-6 മിനിറ്റ് നടക്കാനുണ്ട്. ഇപ്പം നടന്നു വരുന്നവർക്കാണെങ്കിൽ ടൗണിൽ നിന്നും ഒരു 3/4 മണിക്കൂറുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എന്തായാലും ടൂറിസ്റ്റുകളാണ്, അപ്പോൾ സ്ഥലങ്ങൾ കാണാൻ വരുന്നതാണ്, അപ്പോൾ നമ്മൾ എന്തായാലും അത് ചൂസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അത്ര സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി നടന്നു വന്നാൽ കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ടു വരാൻ പറ്റും. പക്ഷേ കുറേ ലൊക്കേഷനൊക്കെ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സിയിൽ വരുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ ടാക്സിക്കാർ നമ്മളെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ടാക്സിക്കാരനാണെങ്കിൽ ഞങ്ങളവിടെ അവർക്ക് വരാൻ പറ്റുന്നൊരു ദൂരം ഉണ്ടായിരുന്നു, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ് ഇവിടെ ഇറങ്ങി കുറച്ച് നടന്നോളൂ, അവർ നമ്മൾ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ തിരിച്ച് അവർ സെറ്റാക്കി ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമുക്ക് ടാക്സി തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ചൗരസ്ത ആ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ടാക്സി കിട്ടുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ശാന്തത, അതാണ് മെയിൻ. പിന്നെ ഇവിടുത്തെ അതിരാവിലെ നമ്മൾ പോയി കാഴ്ചകൾ കാണുന്നതുകൊണ്ട് നല്ലൊരു വൈബും കൂടിയാണ്, കുറച്ച് പച്ചപ്പ്, ഹരിതാപം, പൂക്കൾ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ പീസ് ഓഫ് പഗോഡയും നമ്മുടെ ജാപ്പനീസ് ടെമ്പിളിൻ്റെയും വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു എപ്പിസോഡുണ്ട്. നമ്മൾ കുറേ കാഴ്ചകൾ ഡാർജിലിംഗിൽ കണ്ടിട്ടുണ്ട്, ഇത് എങ്ങും എത്തിയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.